Good evening, all. So now we are going to discuss Abhyaas 4. So Abhyaas 4 and 5 complete ചെയ്തിട്ടുണ്ട്. It is the exclusive practice test for economy and planning for KAS examination. So Abhyaas 4 പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം ആയിരുന്നു. So we have covered Indian fiscal policy, Indian tax system like types of taxes, then GST. ഇതായിരുന്നു Abhyaas 4 main topic. So now we can discuss the questions. So the first question. Consider the statement regarding cess. So cess-നെ ആസ്പദമാക്കിയുള്ള ഒരു question ആണ്. There are two statements. A cess is levied as an addition to the proposed taxes. The second statement, cess revenues of central government will not be generally shared with the states. So നമ്മൾ cess പറഞ്ഞിരുന്നു. Cess എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is an additional tax levied on the existing tax ആണ്. So direct taxിനും indirect taxിനും മേലെ ഗവൺമെന്റ് ചുമത്തുന്ന ഒരു additional tax ആണ് എന്ത്? Cess എന്ന് പറഞ്ഞാൽ. So first statement എന്താ? അതുകൊണ്ട് you can see the first statement is correct. So one is correct. Then second statement, cess revenues of central government will not be generally shared with states. So നമ്മൾ cess-നെ പറ്റി പറഞ്ഞിരുന്നു. Whenever the government, state government or the central government is imposing cess, there should be a prefix for the cess. ഒരു cess ലഭിച്ചു കഴിയുമ്പോൾ അതിനൊരു പ്രിഫിക്സ് കാണും. അതായത് എന്തിനു വേണ്ടിയാണ്, വാട്ട് ഈസ് ദ റാഷണൽ ഫോർ കളക്ടിങ് ദ സെസ് എമൗണ്ട് എന്ന സെസ് തന്നെ പറഞ്ഞിരിക്കും. ഇപ്പൊ സ്വച്ഛ് ഭാരത് സെസ്, കൃഷി കല്യാൺ സെസ്, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടപ്പിലാക്കിയ സാമൂഹ്യക്ഷേമ സെസ്, ഇവയെല്ലാം എന്തിനു വേണ്ടിയാണ് കളക്ട് ചെയ്യുന്നതെന്ന് ഗവൺമെന്റ് ആ സെസ്സിനകത്ത് തന്നെ പറയുന്നുണ്ട്. സോ വി ക്യാൻ സി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സെസ് കളക്ട് ചെയ്യുമ്പോൾ ദർ ഇസ് നോ മാൻഡേറ്റ് ദാറ്റ് കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്ത സെസ് എമൗണ്ട് സംസ്ഥാനവുമായി ഷെയർ ചെയ്യണമെന്ന് പറയുന്നില്ല. So the second statement is also correct. So we can see both 1 and 2 are correct. C is the right answer. Then the second question. Fiscal policy in India is formulated by. So ഇന്ത്യയിലെ ധനകാര്യ നയം ആരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. So നമ്മൾ പറഞ്ഞിരുന്നു, when we discussed the fiscal policy, when we discussed Indian public finance, we have discussed two sets of policy. Fiscal policy ഉണ്ട്, അതേപോലെ monetary policy ഉണ്ട്. Fiscal policy ധനകാര്യ നയം എന്ന് പറയുമ്പോൾ ധനമന്ത്രാലയം നടപ്പിലാക്കുന്ന നയങ്ങളാണ്. സോ നമ്മുടെ എക്കണോമിയിലുള്ള ഗ്രോത്ത് റിവൈവ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാനും, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും, അതുപോലെ ഇവിടെയുള്ള പോവർട്ടി കുറയ്ക്കാനും, സോ നമ്മുടെ എക്കണോമിയിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളാണ് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മോണിറ്ററി പോളിസി ഉണ്ട്. സോ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ആരെടുക്കുന്നതായിരുന്നു? ഇറ്റ് ഈസ് ദ പോളിസി ഇനിഷ്യേറ്റീവ് ഓഫ് RBI ആണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള RBIയുടെ നയങ്ങളാണ് എന്ത്? മോണിറ്ററി പോളിസി അഥവാ പണനയം എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചത് എന്താ? ഫിസിക്കൽ പോളിസി ആണ്. ആൻസർ ഈസ് സി, ഫിനാൻസ് മിനിസ്ട്രി. സോ RBI അല്ല, പ്ലാനിംഗ് കമ്മീഷൻ അല്ല, ഫിനാൻസ് കമ്മീഷൻ അല്ല. സോ ആൻസർ അറിയാലോ, ആൻസർ ഈസ് സി. സിമ്പിൾ ക്വസ്റ്റ്യൻ. Then the third question, which of the following committee is responsible for recommending the GST in India? So ഇന്ത്യയില് GST recommend ചെയ്ത കമ്മിറ്റി എന്നാണ് ചോദിക്കുക. സോ നമ്മൾ GST ഡിസ്കസ് ചെയ്തപ്പോൾ we have discussed the timeline of GST. GSTയുടെ ഒരു ടൈം ലൈൻ ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് നമ്മള് വാജ്പേയി ഗവൺമെന്റ് സമയത്ത് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി പറ്റി പറഞ്ഞിരുന്നു. അതായിരുന്നു Vijay Kelkar committee, and this was the committee which recommended the introduction of GST in India. So answer here is B. Simple question. These are simple question from this topic. Then which of the following statements regarding GST council is or are correct? So here ചോദ്യം GST councilനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, when GST was introduced, there was a supreme body, or there was a key body
which decides various aspects of GST. അതായിരുന്നു GST Council. So GST Councilന്റെ ആർട്ടിക്കിൾ അറിയാലോ, ആർട്ടിക്കിൾ 279A. So GST Council അതുകൊണ്ട് തന്നെ we can see it is a constitutional ബോഡിയാണ്, ഭരണഘടനാ ബോഡിയാണ് എന്ത് GST Council. ബിക്കോസ് എന്താ നമ്മുടെ ഈ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് GST കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ quorum required for the meeting of GST Council is half of its total number of members. So when we discuss GST Council, I think ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. quorum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ, GST കൗൺസിലിന്റെ ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ മിനിമം എത്ര പേര് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സോ GST കൗൺസിൽ പറഞ്ഞപ്പോൾ we have discussed that GST Council is a perfect example of cooperative federalism. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എന്ത് GST കൗൺസിൽ. സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധികളും അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയും എവിടെയുണ്ട് GST കൗൺസിൽ നമുക്ക് കാണാൻ കഴിയും. സോ മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിന്റെ ചെയർമാൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് യു ക്യാൻ സി ദർ വിൽ ബി എ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓഫ് ഫിനാൻസ്, അതായത് കേന്ദ്ര ധനകാര്യ ഓർ റവന്യൂ വകുപ്പിന്റെ സഹമന്ത്രി. കൂടാതെ സംസ്ഥാനങ്ങളിലെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന മറ്റൊരു മന്ത്രി. സോ നമ്മൾ ഇപ്പൊ പറയുമ്പോൾ 28 സംസ്ഥാനമുണ്ട്. കൂടാതെ ഡൽഹി, പുതുച്ചേരി പോലുള്ള കേന്ദ്രഭരണ പ്രദേശത്തിൽ അവിടെ അസംബ്ലി ഉണ്ട്. അതുപോലെ JNK ഇലക്ഷൻ നടന്നിട്ടില്ല, നടക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരില് അവിടെയും ഒരു ധനവകുപ്പിന് ചുമതലയുള്ള മന്ത്രി കാണും. സോ ഓവറോൾ പറയുമ്പോൾ 31 പ്രതിനിധികൾ ഓവറോൾ സംസ്ഥാനത്ത് നിന്ന് വരാം. കൂടാതെ റവന്യൂ വകുപ്പിന് ചുമതലയുള്ള അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിന് ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, ദെൻ കേന്ദ്ര ധനകാര്യമന്ത്രി, അങ്ങനെ ഏകദേശം 33 പേര് ഈ പറഞ്ഞ മീറ്റിംഗിൽ വരാൻ പറ്റും. അതിൽ മിനിമം 50 പേരുണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിൽ സമ്മേളിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അറിഞ്ഞിരിക്കുക, GST കൗൺസിൽ സമ്മേളിക്കണമെങ്കിൽ, അതിന്റെ ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ there is a mandatory clause, that is mandatory number, that is 50% of total number of members. So the first statement is correct. So first statement എന്താ ശരിയാണ്. Then second statement, the votes of all the state governments shall have a weightage of 3/4 of the total votes cast in a meeting. ഇപ്പോ GST കൗൺസിലിലെ തീരുമാനം എടുക്കുന്നത് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാം, ഇഫ് ദർ ഈസ് എനി എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വോട്ടിംഗ് വഴി എന്ത് ചെയ്യാം, തീരുമാനം എടുക്കാം. അങ്ങനെ എടുക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞിരുന്നു, സംസ്ഥാന ഗവൺമെന്റുകൾക്കെല്ലാം കൂടെ the entire states combined together, they have a voting weightage of 2/3 മാത്രമേ ഉള്ളൂ. മൊത്തം വോട്ടുകളുടെ 2/3 റൈറ്റ് ആണ് ആർക്കുള്ളത്, സംസ്ഥാനങ്ങൾ എല്ലാവർക്കും ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തിൻ്റെ കമ്പൈൻ ചെയ്ത് വരുന്നത്. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പറയുകയാണെങ്കിൽ they have a voting right of 1/3. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് 33.33% വോട്ട് എന്നർത്ഥം. സംസ്ഥാന ഗവൺമെന്റ് എല്ലാം കൂടെ വോട്ട് ചെയ്യുമെന്ന് വെച്ചോ, ഒരു കാര്യത്തിന് വേണ്ടി ഐക്യകണ്ഠേന എല്ലാം കൂടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും എത്ര വരത്തുള്ളൂ, 66.6% വരുള്ളൂ. എന്നാൽ ഇവിടെ പറഞ്ഞ എന്താ സ്റ്റേറ്റ്മെന്റ്, the votes of all the state governments shall have a weightage of 3/4. ഉണ്ടോ? 3/4 ഇല്ല. 3/4 മീൻസ് 75% ആണ്. അത്ര ഉണ്ടോ? ഇല്ല. 66.67% വരുന്നുള്ളൂ. സോ 2/3 വരുന്നുള്ളൂ. Second statement is wrong. If second is wrong, then you can eliminate option C and option D. കാരണം രണ്ടിൽ എന്തുണ്ട്, 2 ഉണ്ട്. Then you are rest with only 2 option, either A അല്ലെങ്കിൽ B. ഇനി 3 നോക്കൂ. If the entire states unanimously voted for a proposal, they could override the decision of the central government. So നമ്മുടെ എൻ്റെ സംസ്ഥാനം കൂടെ ഒരു കാര്യത്തിന് വേണ്ടി യുനാനിമസ് ആയിട്ട് വോട്ട് ചെയ്യുന്നു, അവർക്ക്
കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ഓവർറൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സോ നോക്കുക, ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തൊട്ടു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. എന്റെ സംസ്ഥാനത്തിനും കൂടെ എത്ര വോട്ടിംഗ് ഷെയറേ ഉള്ളൂ? 66.6% വോട്ടിംഗ് ഷെയറേ ഉള്ളൂ. എന്നാൽ GST കൗൺസിലിൽ ഒരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ, ഒരു ഡിസിഷൻ നടപ്പിലാവണമെങ്കിൽ എത്ര വോട്ട് വേണം? 75% വോട്ടിംഗ് നടന്നിരിക്കണം. സോ എന്റെ സ്റ്റേറ്റ്സ് ഒരുമിച്ച് വിചാരിക്കുന്നു വെച്ചോ ഒരു കാര്യത്തിന് വേണ്ടി, എത്ര വരുന്നുള്ളൂ? 66.67 ഉള്ളൂ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല. അതായത് വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് സെന്റർ, കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാതെ ഒരു തീരുമാനവും GST കൗൺസിൽ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾ എല്ലാവരും വിചാരിച്ചാലും. സോ ഇഫ് ദ എൻറ്റയർ സ്റ്റേറ്റ്സ് വോട്ടഡ് യുനാനിമസ്ലി, ഒരുമിച്ച് വോട്ട് ചെയ്യാണ്, എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്യാണ്, എന്നാലും എന്ത് പറ്റില്ല? ഒരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം ആരെ സമ്മതം വേണം? സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാതെ ഒരു നയവും GST കൗൺസിൽ നടപ്പിലാക്കാൻ കഴിയില്ല. So third statement is also wrong. Answer will be one only. B is the right answer. And you may read the explanation. നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്തും ഇതിന്റെ കീ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. So you can subscribe the Telegram channel and you can get this question and answer. Then consider the following ടെലിഗ്രാം ചാനൽ ആഡ് ആയിട്ടില്ല. ഞാൻ സാറിനെ ആഡ് ചെയ്തേക്കാം. ഞാൻ സാറിന് ലിങ്ക് ഷെയർ ചെയ്യാം. നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോക്കകത്തെല്ലാം ലിങ്ക് ഇടാറുണ്ട്, ചാനൽ ലിങ്ക് ഇടാറുണ്ട്. ഞാൻ സാറിനോട് ലിങ്ക് ഇടാം. Okay. So next question. Consider the following statements regarding STT, Securities Transaction Tax നെ പറ്റിയാണ് ചോദ്യം. So first statement നോക്കൂ. It is a financial transaction levied on only while purchasing securities on the domestic stock exchanges. The second statement, it is an example of indirect tax. So, when we discussed tax system of India, we have covered direct taxes and indirect taxes. Direct tax എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പ്രത്യക്ഷ നികുതി. Indirect tax means പരോക്ഷ നികുതി. So direct tax means എന്തായിരുന്നു? The point of incidence, the point of impact falls on the same person. Indirect tax എന്ന് പറയുമ്പോൾ the point of incidence, point of impact falls on different person. അതായിരുന്നു എന്ത്? Indirect tax. So നമ്മൾ GST എന്ന് പറയുമ്പോൾ we have discussed that GST, excise duty, service tax, VAT, ഇവയൊക്കെ എന്താ? Indirect tax. STT, Securities Transaction Tax എന്ന് പറഞ്ഞാൽ it is not an indirect tax. എന്തായിരുന്നത്? It is a direct tax ആണ്. So പ്രത്യക്ഷ നികുതിയായിരുന്നു എന്ത്? നമ്മുടെ Securities Transaction. Then first statement നോക്കൂ. It is a financial transaction tax. ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് പാർട്ട് ശരിയാണ്. Levied on only while purchasing securities ആണോ? അല്ല. STT ഇപ്പോൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി ഷെയർ വാങ്ങുമ്പോഴും അതേ ഷെയർ വിൽക്കുമ്പോഴും, ഒരു വ്യക്തി ഷെയർ വാങ്ങുമ്പോഴും അതേ ഷെയർ വിൽക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? STT ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന വഴി ഗവൺമെന്റ് ക്യാൻ ട്രാക്ക് ദ ക്യാപിറ്റൽ ഗെയിൻ ഏൺ ബൈ ദ പേഴ്സൺ. സോ ഇങ്ങനെ STT ഇമ്പോസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അറിയാൻ കഴിയും ഒരു വ്യക്തി എത്രമാത്രം പ്രോഫിറ്റ് ആ സെക്യൂരിറ്റിയിൽ നിന്ന് ഏൺ ചെയ്തെന്ന്. സോ only while purchasing ആണോ? അല്ല. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ബോത്ത് ടൈം. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും രണ്ട് സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? STT ഇമ്പോസ് ചെയ്യുന്നുണ്ട്. So you can see first statement is also wrong. So neither 1 nor 2. ചോദ്യം എന്താണ്? താഴെ തന്നവയിൽ ഇങ്ങനെ തന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. രണ്ടും കറക്റ്റ് അല്ല. ആൻസർ ഈസ് D. Neither 1 nor. Then sixth question. Consider the following statements regarding GAFA tax. So നമ്മൾ പറഞ്ഞ കാര്യമാണ് GAFA. GAFA ടാക്സ് ഇമ്പോസ് ചെയ്ത ആരാണ്?
ഫ്രാൻസ് ആണ് അല്ലെ. ഫ്രാൻസ് has imposed GAFA tax, or it is the digital tax which is imposed on global tech giants. Google, Apple, Facebook, Amazon പോലുള്ള ഗ്ലോബൽ ടെക് ജയൻസിനെ, ഡിജിറ്റൽ ജയൻസിനെ, അവരുടെ മേലെ ഫ്രാൻസ് ഇമ്പോസ് ചെയ്ത ടാക്സ് ആയിരുന്നു ഗാഫ ടാക്സ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫ്രാൻസ് ഹാസ് റീസെന്റ് പ്രപ്പോസ്ഡ് ദ ഡിജിറ്റൽ ടാക്സ് കോൾഡ് ഗാഫ ടാക്സ് ടു ബി ലെവിഡ് ഓൺ ലാർജ് ടെക്നോളജി and internet companies. ശരിയാണ്. First statement is correct. Then second statement, GAFA refers to Google, Apple, Facebook and Amazon. This is also correct. So both 1 and 2 are correct. Then seventh question. Which of the consider the following taxes in India? Wealth tax, property tax, fringe benefit tax, fat tax. Which of the following are indirect tax? സോ മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ഇൻഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി എന്ന് പറയപ്പെടുന്നത്? സോ വെൽത്ത് ടാക്സ് നമ്മൾ പറഞ്ഞു ഇന്ത്യയില് അബോളിഷ് ചെയ്ത ഒരു ടാക്സ് ആണ്. 2015 നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അബോളിഷ് ചെയ്ത ടാക്സ് ആണ് വെൽത്ത് ടാക്സ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡയറക്ട് ബട്ട് ഇറ്റ് ഈസ് എ ഡയറക്ട് ടാക്സ് ആണ്. സോ 1 എന്താണ്? ഇല്ല. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി. ദെൻ പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ പറഞ്ഞാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് അല്ലെ, നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഇവര് നമ്മുടെ കെട്ടിടത്തിന് മേലെ ഈടാക്കുന്ന നികുതിയാണ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞത്. സോ അതും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഡയറക്ട് ടാക്സ്. ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്, ഇതും എന്താ? ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഇപ്പൊ ഇല്ല. നമ്മൾ പറഞ്ഞിരുന്നു ഒരു കമ്പനി അവിടുത്തെ എംപ്ലോയീസിന്, അവിടുത്തെ തൊഴിലാളികൾക്ക് സാലറി കൂടാതെ കൊടുക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് ലൈക്ക് ദ ആമസോൺ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ ബുക്ക് മൈ ഷോ വൗച്ചർ, പെട്രോളിയം വൗച്ചർ, അതുപോലെ ഫുഡ് കാർഡ് ഉണ്ടല്ലോ, സോഡക്സിന്റെ ഫുഡ് കാർഡ്, then HDFC ഫുഡ് കാർഡ്, ഇങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റ്, ഇതിന് മേലെ ഗവൺമെന്റ് ടാക്സ് നേരത്തെ ഇമ്പോസ് ചെയ്തിരുന്നു. അതായിരുന്നു ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. ഇപ്പോൾ അതില്ല. അതും എന്താണ്? ഡയറക്ട് ടാക്സ് ആണ്. സോ ഇതും ഡയറക്ട് ടാക്സ് ആണ്. And the only indirect tax which is mentioned in this question is VAT tax, കൊഴുപ്പ് നികുതി. നമ്മുടെ കേരളം 2016 സമയത്ത് ഇമ്പോസ് ചെയ്തതാണ്. കേരളം വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്, കേരള വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇമ്പോസ് ഫാറ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ഫാറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ കേരളമാണ്. ലോകത്തിലാണെങ്കിൽ ആരാണ്? It was Denmark. Denmark was the first country to impose fat tax in the world. So we can see indirect tax in the example, fat tax മാത്രമേ ഉള്ളൂ. Answer 4 only. And currently fat tax പറഞ്ഞാൽ കൊഴുപ്പ് നികുതിയാണ്. 2016 കാലത്ത് നമ്മുടെ കേരള ഗവൺമെന്റ് ബഡ്ജറ്റിനകത്ത് ഇമ്പോസ് ചെയ്തൊരു ടാക്സ് ആയിരുന്നു ഈ ടാക്സ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ ആളുകളുടെ ഒരു ഹെൽത്ത് അസസ് ചെയ്യുമ്പോൾ, ഗവൺമെന്റ് ഫൈൻസ് ദാറ്റ് ഇവിടെ ആളുകളുടെ ഫുഡ് ഹാബിറ്റ്സ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സ്, ഇവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഒബീസിറ്റി, ഹേർട്ട് ഡിസീസസ്, BP, കൊളസ്ട്രോൾ പോലുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായി. സോ ദി ഗവൺമെന്റ് വാണ്ട് ടു റെഡ്യൂസ് ദ കൺസംപ്ഷൻ ഓഫ് സച്ച് ഐറ്റംസ്. നമ്മൾ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ്സ്, പ്രത്യേകിച്ച് പിസ്സ, സാൻഡ്വിച്ച് പോലുള്ള ജങ്ക് ഫുഡ്സ്, ഇതിന്റെ കൺസംഷൻ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് മേലെ, ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സിന് മേലെ ഒരു ഹൈ ടാക്സ്, ഏകദേശം 13.5% ടാക്സ് ആണ് ഇമ്പോസ് ചെയ്തത്. ഇതിനു വേണ്ടിയാണ് ഇവയുടെ വില ഇൻക്രീസ് ചെയ്യും. സോ വെൻ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ഇൻക്രീസസ്, അതിന്റെ കൺസംഷൻ എന്ത് ചെയ്യാം? കുറയ്ക്കാം. നമ്മൾ പറഞ്ഞല്ലോ സർക്കാർ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണ്? ടു റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് സിൻ ഗുഡ്സ് ഓർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ഹാർംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ, അവയുടെ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയും ഗവൺമെന്റ് ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിഗരറ്റ്സിന് മേലെയും ടൊബാക്കോ ഐറ്റംസിന് മേലെയും അതുപോലെ തന്നെ ആൽക്കഹോളിന് മേലെയും ഗവൺമെന്റ് ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ഒരു കാരണം എന്താണ്? അവരുടെ കൺസംഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശമാണ്. അതുപോലെ
ഈ പറഞ്ഞ കൊഴുപ്പടങ്ങിയ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് അവയുടെ കൺസംഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ കൊണ്ടുവന്നാണ് ഫാറ്റ് ടാക്സ് ഓർ കൊഴുപ്പ് നികുതി എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ സർ? ഓക്കെ. Then 8th question. Which of the following could be the implication of imposing Pigovian tax? So, Arthur Pigove എന്നൊരു എക്കണോമിസ്റ്റ് ആണ് പിഗോവിയൻ ടാക്സ് പ്രപ്പോസ് ചെയ്യുന്നത്. സോ പിഗോവിയൻ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Pigovian tax is proposed by Arthur C. Pigove mainly to compensate the externality, the negative externality caused by a production process. ഒരു നിർമ്മാണ സമയത്ത് ഇപ്പൊ നോക്കുക, സപ്പോസ് ദർ ഇസ് എൻ ഇൻഡസ്ട്രി ഇൻ എൻ ഏരിയ, ഒരു വ്യവസായം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വ്യവസായം നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നു. നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ ദിസ് ഇൻഡസ്ട്രി ഈസ് പൊല്യൂട്ടിങ് ദ എൻവയൺമെന്റ്. പ്രകൃതി എന്ത് ചെയ്യുന്നു? പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ സിഗരറ്റ്സ് എടുക്കുക. ഈ പറഞ്ഞ സിഗരറ്റ്സ് ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ സിഗരറ്റ്സ് വലിക്കുന്നു. ആ സമയത്ത് അതിന് ഹെൽത്ത് ഇമ്പാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ there is a condition of passive smokers. സോ ഇത് രണ്ടും എന്താണ്? എക്സ്റ്റേണാലിറ്റി ആണ്. അതായത് ഒരു നിർമ്മാണത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ, പ്രൊഡക്ഷനിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഒരു നിർമ്മാണ പ്രവർത്തനം മൂലം ഇമ്പാക്ട് ഉണ്ടാകുന്നു. സോ വി ക്യാൻ സി ഇറ്റ് ഈസ് ദ ഇഷ്യൂ ഓർ ഇറ്റ് ഈസ് ദ എന്താണ്, ഇറ്റ് ഈസ് ദ കോസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഇഷ്യൂ കോസ്ഡ് ടു എ തേർഡ് പാർട്ടി ഹു ആർ നോട്ട് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. സോ ഇറ്റ് ഈസ് ദ ഇമ്പാക്ട് ഓർ കോസ്. ഒരു തേർഡ് പാർട്ടിക്ക്, നിർമ്മാണത്തിൽ പങ്കെടുക്കാത്ത ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് ആണെന്ത്? ഈ പറഞ്ഞ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. ഇവിടെ നോക്കുക, ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ആ സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഈ കമ്പനി ഉൽപ്പന്നം നിർമ്മിക്കുന്ന അനുസരിച്ച് അവിടുത്തെ പരിസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ലൊക്കാലിറ്റിയിലെ ആളുകൾക്ക് അതിന് ഇമ്പാക്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി അവര് നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ കൂടെയും അവർക്ക് ഈ നിർമ്മാണം മൂലമുള്ള ഹാർംഫുൾ എഫക്ട്സ് ഉണ്ടാവുന്നു. അതുപോലെ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാള്, അയാൾ സിഗരറ്റ് വലിക്കുന്നു, അതിനൊപ്പം സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്കും എന്ത് വരുന്നു? ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് എന്ത്? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇതുപോലെയുള്ള നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിക്ക് മേലെ ഒരു ടാക്സ് ചുമത്തിക്കൊണ്ട് ഇവയുടെ കൺസെഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ഇവയുടെ ഇഷ്യൂസ് റെഡ്യൂസ് ചെയ്യുക എന്നാണ് ആദർ സി പിഗോവ് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ പിഗോവിയൻ ടാക്സിന്റെ എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ക്ലീൻ എൻവയൺമെന്റ് സെസ്. ക്ലീൻ എൻവയൺമെന്റ് സെസ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് കോൾ. നമ്മുടെ കോൾ നിർമ്മാണ സമയത്ത്, കോൾ നിർമ്മാണ വേളയിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു സെസ് ആയിരുന്നു ക്ലീൻ എൻവയൺമെന്റ് സെസ്, അല്ലെങ്കിൽ അതിന്റെ പഴയ പേര് ക്ലീൻ എനർജി സെസ്. ക്ലീൻ എനർജി സെസ് അല്ലെങ്കിൽ ക്ലീൻ എൻവയൺമെന്റ് സെസ്. ദിസ് വാസ് ഇമ്പോസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് കോൾ. കോൾ മൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോൾ നിർമ്മിക്കുന്ന വേളയിൽ 400 രൂപ പെർ ടൺ കോളിന് മേലെ ഗവൺമെന്റ് ഈ സെസ് ഏർപ്പെടുത്തിയിരുന്നു. അതാണ് ക്ലീൻ എൻവയൺമെന്റ് സെസ് ഓർ ക്ലീൻ എനർജി സെസ്. ഇതെന്താ? ഒരു പിഗോവിയൻ ടാക്സിന് എക്സാമ്പിൾ ആണ്. സോ നമുക്ക് നോക്കാം, ചോദ്യം എന്താണ്? പിഗോവിയൻ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉള്ള ഇംപ്ലിക്കേഷൻ ആലോചിച്ചേക്കാം. ഒന്ന്, റിഡക്ഷൻ ഇൻ ദ കൺസംപ്ഷൻ ഓഫ് സിൻ ഗുഡ്സ്. സോ പിഗോവിയൻ ടാക്സ് യൂഷ്വലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈക്കിംഗ് ദ പ്രൈസ് ഓഫ് ഐറ്റംസ് ആണ്. ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയോട് പറയാണ്, നിങ്ങൾ പൊല്യൂട്ട് ചെയ്യുന്നു, സോ നിങ്ങൾക്ക് മേലെ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യണം ഇൻഡസ്ട്രി? അവർ പൊല്യൂഷൻ ചെയ്യുന്നില്ലെങ്കിൽ അവര് ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂലിൽ നിന്ന് മാറി റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുകയാണ്, സോളാറിലേക്കോ വിൻഡിലേക്കോ മാറുകയാണ്. അപ്പോൾ എന്തില്ല? അവർക്ക് മേലെ ടാക്സ് ഇല്ല. സോ ആക്ച്വലി ഈ പിഗോവിയൻ ടാക്സ് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? എൻവയോൺമെന്റ് ഇമ്പാക്ട് ചെയ്ത ഒരു ഇൻഡസ്ട്രി അതിൽ നിന്ന് മാറിയിട്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്ത ഇൻഡസ്ട്രിയായിട്ട് മാറുക, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് കുറഞ്ഞൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറുക. സോ അതേപോലെ തന്നെ
ഈ പറഞ്ഞ പിഗോവിൻ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില ഇൻക്രീസ് ചെയ്യാണ്. കാരണം എന്താ, ഒരു ഇൻഡസ്ട്രി ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ആൻഡ് അത് പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, അതിനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും വില എന്ത് ചെയ്യുന്നു, കൂടിയിരിക്കുന്നു. ആൻഡ് ഇങ്ങനെ ഉയർന്ന വിലയാവുമ്പോൾ ഇറ്റ് വിൽ ഡിസ്കറേജ് ദ കൺസംഷൻ. ആൾക്കാരുടെ കൺസംഷൻ എന്ത് ചെയ്യാം, ഡിസ്കറേജ് ചെയ്യാം. നമുക്കറിയാം, ആസ് പെർ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ഒരു ഉൽപ്പന്നത്തിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. സോ നോക്കുക, whenever the government is imposing Pigovian tax, ഇന്ത്യയിൽ പിഗോവിയൻ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്ന ഇംപ്ലിക്കേഷൻ? റിഡക്ഷൻ ഇൻ ദ കൺസംഷൻ ഓഫ് സിങ് ഗുഡ്സ്. നമ്മുടെ സിങ് ഗുഡ്സിന്റെ കൺസംഷൻ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ സിഗരറ്റ്സോ ടൊബാക്കോ ഐറ്റംസിന്റെ ഒക്കെ കൺസംഷൻ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ സെക്കൻഡ്, ഡിസ്കറേജസ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ. സോ നമ്മുടെ ഫാക്ടറി പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കും. ഫാക്ടറി പൊല്യൂഷനിൽ നിന്ന് മാറി, അല്ലെങ്കിൽ പൊല്യൂട്ടിംഗിൽ നിന്ന് മാറി നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. കാരണം എന്താ, ഇഫ് ദേ ആർ നോൺ പൊല്യൂട്ടിംഗ്, if they are not causing any impact on the third party, then they will not be giving this tax. അവർ പൊല്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ, അല്ല അവര് ഒരു എക്സ്റ്റേണാലിറ്റി ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട. സോ യു ക്യാൻ സി discourages negative externalities during production, Pigovian tax. Then third, reduce the price of item. അല്ല, പിഗോവിയൻ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിന്റെ പ്രൈസ് കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. സോ റെഡ്യൂസ് ദ പ്രൈസ് അല്ല, മറിച്ച് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ ഐറ്റം ആണ്. സോ നമ്മള് പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റിലേഷൻ പറഞ്ഞിരുന്നു ഇൻ ദ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ലോ ഓഫ് സപ്ലൈ. സോ ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈ നോക്കുമ്പോൾ വി ആർ ഡിസ്കസ്ഡ് എ ടേം കോൾഡ് മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് or equilibrium price. So ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഈ ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ നിന്ന് മാറി മേലോട്ട് പോകും. സോ യു ക്യാൻ സി when a tax is imposed, the equilibrium price increases. So reduce the price അല്ല, increase the price of item ആണ്. So ആൻസർ എന്താ, അപ്പോ 1 ഉണ്ട് 2 ഉണ്ട്. So B is the right answer. Then next question, consider statements regarding e-way bill ആണ്, ഇലക്ട്രോണിക് വേ ബിൽ. സോ നമ്മൾ പറഞ്ഞിരുന്നു 50,000 മേലെയുള്ള ഉൽപ്പന്നങ്ങൾ 10 കിലോമീറ്റർ മേലെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മാൻഡേറ്ററി ആയിട്ടും നിർബന്ധമായിട്ടും ഈ വേ ബില്ല് എടുത്തിരിക്കണം. അതിന് മുന്നേ എടുക്കാം, പക്ഷെ മാൻഡേറ്ററി ക്ലോസ് എപ്പോഴാണ് വരുന്നത്, 50,000 rupees above beyond 10 kilometer. And this e-way bill is mandatory for interstate and intrastate. So interstate എന്ന് പറയാൻ എന്താ, interstate, സപ്പോസ് ഒരു ഉൽപ്പന്നം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. സപ്പോസ് വി ആർ ട്രാൻസ്പോർട്ടിങ് an item from കേരള ടു തമിഴ്നാട്. സോ ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ വേ ബില്ല് മാൻഡേറ്ററി ആണ്. അവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, എത്ര രൂപ എത്ര കിലോമീറ്റർ അതൊന്നും കൺസിഡർ ചെയ്യത്തില്ല. So when there is interstate transaction, the kilometer, the value of goods is not being considered. Then intrastate ആണെങ്കിലോ എന്താണ് മീനിങ്, this is interstate. This അടുത്ത എന്താ, ഇൻട്രാസ്റ്റേറ്റ്. ഇൻട്രാസ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ, കേരളത്തിനകത്ത് ഒരു ഉൽപ്പന്നം മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആസ് പെർ ഇ വേ ബിൽ എന്താ പറയുന്നത്, 50,000 മേലെ 10 കിലോമീറ്റർ മേലെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, 50,000 രൂപ കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ 10 കിലോമീറ്റർ മേലെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷനില് ഇ വേ ബില്ല്. സോ വി ക്യാൻ സി ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ്, ആൻഡ് ഇ വേ ബിൽ ഈസ് മാൻഡേറ്ററി ഓൺലി ഫോർ ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് എന്നാ പറഞ്ഞു. ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് മാത്രമാണോ ഇ വേ ബിൽ മാൻഡേറ്ററി? അല്ല, ഇറ്റ് ഈസ് മാൻഡേറ്ററി ബോത്ത് ഫോർ ഇന്റർ ആൻഡ് ഇൻട്രാ. ഇന്ററിനും ഇൻട്രായ്ക്കും മാൻഡേറ്ററി ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാ. Then second, an e-way bill
can be regenerated by the transporter before expiring. But if the e-way bill has expired, the system won't allow regeneration linked to the same invoice. So ഇത് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു e-way ബില്ലിന്റെ നിലവിലുള്ള വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എവറി 200 കിലോമീറ്റർ, ഫോർ എവറി 200 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതായത് ഓരോ 200 കിലോമീറ്റർ ദൂരത്തിനും 24 മണിക്കൂറാണ് എന്ത് e-way ബില്ലിന്റെ വാലിഡിറ്റി. For example, if you are transporting an item from A to B, A to B ആണ് ഒരു സാധനം കൊണ്ടുവന്ന് വിചാരിക്കുക, from A to B, and the distance between these two places is 400 കിലോമീറ്റർ എന്ന് വിചാരിക്കുക. A to B ദൂരം 400 കിലോമീറ്റർ ആണ്, which means you will get the validity of your bill as 2 days, അല്ലെങ്കിൽ 48 മണിക്കൂറായിരിക്കും എന്ത് ഈ ബില്ലിന്റെ വാലിഡിറ്റി. സപ്പോസ് 200 കിലോമീറ്റർ മാത്രമാണെങ്കിൽ എത്ര വാലിഡിറ്റി? ഇറ്റ് വിൽ ബി 24 hours. മുൻപ് ഈ വാലിഡിറ്റി 100 കിലോമീറ്ററിന്. Earlier we can see the validity of your bill was for every 100 kilometer. It was 24 hours ആയിരുന്നു. എന്നാൽ ഇപ്പോ it is for every 200 kilometer, it is 24 hours. And one more thing, നമ്മൾ പറഞ്ഞിരുന്നു, ഒരു e-way ബില്ല് ആർക്ക് ജനറേറ്റ് ചെയ്യാം? ഒന്നുകിൽ വാങ്ങുന്ന ബിസിനസ് ഫേമിന്, അല്ലെങ്കിൽ വിൽക്കുന്ന ബിസിനസ് ഫേമിന്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറിന്. either of this party can generate an e-way bill. പക്ഷേ ഡ്യൂറിങ് ട്രാൻസിറ്റ്, സപ്പോസ് നമ്മുടെ ട്രാൻസ്പോർട്ടർ ഒരു ഉൽപ്പന്നം കൊണ്ടുവന്ന വേളയിൽ വണ്ടി പഞ്ചറായി, അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്ക് വന്നു, ആൻഡ് സപ്പോസ് ഈ പറഞ്ഞ e-way ബില്ല് എക്സ്പയർ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. 24 hours വാലിഡിറ്റി എക്സ്പയർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എക്സ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാം? ദ ട്രാൻസ്പോർട്ടർ ക്യാൻ റീജനറേറ്റ്. ആ ബില്ലിന് റീജനറേറ്റ് ചെയ്യാം, ഒന്നുകൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഹി നീഡ് ടു സ്പെസിഫൈ ദ എന്തുകൊണ്ടാണ് റീജനറേറ്റ് ചെയ്യുന്നത് പറയണം. വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ, അതെന്ത് ചെയ്യുക? അവിടെ ധരിപ്പിക്കണം. പക്ഷെ ഇൻ കേസ് ഒരു ട്രാൻസ്പോർട്ടർ അങ്ങനെ e-way ബില്ല് റീജനറേറ്റ് ചെയ്തില്ല എങ്കിൽ, എക്സ്പയർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? റീജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതാ പറഞ്ഞേ, ആൻ e-way bill can be regenerated by the transporter before expiring. എക്സ്പയർക്ക് മുന്നേ എന്ത് ചെയ്യാം? റീജനറേറ്റ് ചെയ്യാം. പക്ഷേ e-way ബില്ല് എക്സ്പയർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 24 hours 48 hours എന്ന് പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പയറി ടൈം കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റില്ല? e-way ബില്ല് റീജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. So second statement is correct. So answer is 2 only. Then next question comes to the statements regarding GST Council of India. So GST Council ne പറ്റിയാണ് ചോദ്യം. Prime Minister of India is the ex-official chairman of GST Council. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ GST Council chairman? ഞാൻ പറഞ്ഞിരുന്നു, it is the Union Finance Minister ആണ്. So first statement is wrong. Then the decisions of GST Council is taken by a simple majority. അല്ലല്ലോ, ഞാൻ പറഞ്ഞു GST Council തീരുമാനം എടുക്കണമെങ്കിൽ it should have a voting majority of 75%. 75% വോട്ടിംഗ് ഷെയർ അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? GST Council തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. So second statement is also wrong. Then GST Council is an example of cooperative federalism. ആണല്ലോ, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനവും സെന്ററും കോമ്പീറ്റ് ചെയ്യാതെ rather they will cooperate with each other. പല തീരുമാനങ്ങളും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, ദേശീയ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാനവും സെന്ററും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ എടുക്കുന്നതാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഉദ്ദേശിക്കുന്നത്. നീതി ആയോഗ്, GST Council ഇതൊക്കെ എന്താണ്? കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ആൻസർ എന്താ? 3 ഉള്ളിയാണ്. D is the right answer. Then which of the following are the state taxes? ചോദ്യം കണ്ടോ? Which of the following are the state taxes which are subsumed under GST? So GST റെജിമില് സംസ്ഥാന ഗവൺമെന്റ് കൈയടക്കി വെച്ചിരുന്ന ടാക്സുകൾ, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കൈയടക്കി വെച്ച ടാക്സുകൾ,
രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മെർജ് ചെയ്യപ്പെടുന്നുണ്ട്. ബോത്ത് സ്റ്റേറ്റ് ടാക്സസ് ആൻഡ് സെൻട്രൽ ടാക്സസ് were subsumed under GST. ചോദ്യം എന്താണ്? താഴെ തന്നവയിൽ ഏതൊക്കെയാണ് സംസ്ഥാന ടാക്സുകൾ? GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട സംസ്ഥാന നികുതി ഏതൊക്കെയാണ്? സർവീസ് ടാക്സ് ഉണ്ടോ? ഇല്ല. സർവീസ് ടാക്സ് ആര് ലെവി ചെയ്ത് കളക്ട് ചെയ്തിരുന്നതാണ്? ഇറ്റ് ഈസ് എ സെൻട്രൽ ടാക്സ് ആണ്. ഇറ്റ് ഈസ് എ സെൻട്രൽ ടാക്സ് വിച്ച് വാസ് സബ്സ്യൂംഡ് അണ്ടർ GST. GSTയിലേക്ക് സബ്സ്യൂം ചെയ്യപ്പെട്ട കേന്ദ്ര നികുതിയാണെന്ത്? സർവീസ് ടാക്സ് ആണ്. പർച്ചേസ് ടാക്സ് സ്റ്റേറ്റ് ടാക്സ് ആണ്. ലക്ഷറി ടാക്സ് സ്റ്റേറ്റ് ടാക്സ് ആണ്. ടാക്സ് ഓൺ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, എൻട്രി ടാക്സ്. സോ യു ക്യാൻ സി 2, 3, 4 and 5. ഇതെല്ലാം എന്താ? ഈ 4 സംസ്ഥാന നികുതിയാണ്. GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട, സബ്സ്യൂം ചെയ്യപ്പെട്ട സംസ്ഥാന നികുതിയാണ് 2, 3, 4 and 5. So answer is A. Then 12th question. India adopted the dual structured GST model from which country? ഞാൻ പറഞ്ഞാണ് the dual structure of GST. Intra-state transactional at the same time TGSTയും SGSTയും ലെവി ചെയ്യപ്പെടുന്നു, and these will be accumulated in different account. So intra-state എന്ന് വെച്ചാൽ എന്താ? ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനില് CGSTയും സെൻട്രൽ GSTയും അതുപോലെ സ്റ്റേറ്റ് GST അഥവാ SGSTയും ഒരേപോലെ ഉൽപ്പന്നത്തിന് മേലെ ചുമത്തപ്പെടുന്നു, and at the same time they are collected, at the same time they are accumulated in different account. രണ്ട് അക്കൗണ്ടിലേക്കും കളക്ട് ചെയ്യപ്പെടുന്നു. So we can see India adopted dual structured GST model എവിടെ നിന്നാണ്? It is from Canada. C ആണ് ആൻസർ. Then the contingency fund under the union government has a corpus fund of how much crores? So contingency fund മുന്നേ 500 കോടി ആയിരുന്നു. എന്നാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് ഈ ഇടയ്ക്ക് റിവൈസ് ചെയ്തു. ഇറ്റ് വാസ് എന്താണ് enlarged അല്ലെങ്കിൽ it was increased to 30,000 crore. 30,000 കോടിയായിട്ട് ഗവൺമെന്റ് ഈ അടുത്തിടെ ബഡ്ജറ്റിൽ അത് റിവൈസ് ചെയ്തു. And you can see it was increased during the budget 21-22. 2021-22 ബഡ്ജറ്റിലാണ് ഈ ഒരു റിവിഷൻ ഗവൺമെന്റ് നടത്തുന്നത്. So answer is C. Then comes to the statements regarding progressive taxation model. So we have discussed the types of taxation. ഓർമ്മ ഉണ്ടാവല്ലോ, types of taxation നമ്മൾ പറഞ്ഞതാണ്. So there are mainly 3 types of taxation: progressive taxation, regressive taxation, and also proportional taxation. So ഇതില് progressive എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? When income increases, the tax rate in percentage increases. So നമുക്ക് നോക്കാം. The question, which of the following statements are incorrect എന്നാണ്. താഴെ തന്നവയിൽ അല്ലെങ്കിൽ മേളിൽ തന്നവയിൽ ഏതൊക്കെയാണ് തെറ്റായ ഉത്തരം എന്നാണ്. So നോക്കൂ, it is a method which charges less tax on people who earn less and high tax on people who earn more. ശരിയാണോ? പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇൻകം കൂടുമ്പോൾ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ കർവ് എങ്ങനെ വരുന്നേ? ഇങ്ങനെ വരുന്നേ. ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റും വർദ്ധിക്കും. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് ചാർജസ് ലെസ് ടാക്സ് ഓൺ പീപ്പിൾ ഹു ഏൺ ലെസ്. കുറഞ്ഞ വരുമാനമുള്ള ആളുകളിൽ നിന്ന് കുറഞ്ഞ നികുതി, ഉയർന്ന വരുമാനമുള്ള ആളുകളിൽ നിന്ന് ഉയർന്ന നികുതി. സോ വി ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അതാണ് എന്ത്? പ്രോഗ്രസീവ് ടാക്സേഷന്റെ ഡെഫിനിഷൻ. Then it classified income earners into different slabs. ചെയ്യാലോ, നമ്മുടെ ഇൻകം ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികളെ ഡിഫറെന്റ് ടാക്സ് സ്ലാബുകളിലേക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന ഇൻകം ഉള്ള ആൾക്ക് ഇത്ര ശതമാനം, ഇത്ര ഇൻകം ഉള്ള ആൾക്ക് ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? കമ്പാർട്ട്മെന്റൽ ചെയ്യാം. സോ വി ക്യാൻ compartmentalize the income earners into different tax slabs. Second is also correct. Indian income tax follows this method. ആണല്ലോ,
ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്താണ്? ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് അല്ലെ? സോ വി ക്യാൻ സി 1, 2 and 3 ആർ കറക്റ്റ്. ചോദ്യം എന്താണ്? ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ്. സോ നൺ ഓഫ് ദീസ്, ഒന്നും ഇൻകറക്റ്റ് അല്ല, എല്ലാം ശരിയാണ്. ആൻസർ D. Then next question, consider the statement regarding GST compensation scheme. സോ നമ്മൾ പറഞ്ഞു പ്രധാനമായ 5 ആക്ടുകളാണ് GST നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്നത്. ഏതൊക്കെയായിരുന്നു? പ്രധാനമായും 4 ആക്ടുകൾ, സംസ്ഥാന ഗവൺമെന്റ് ഒരു ആക്ട്. സോ പ്രധാനമായിട്ടും 5 ആക്ടിലാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും GST നടപ്പിലാക്കാൻ വേണ്ടി, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പാസ്സാക്കുന്നത്. സോ കേന്ദ്ര ഗവൺമെന്റ് ഈ 5 എണ്ണത്തിൽ 4 പാസ്സാക്കുന്നു. ഏതൊക്കെയാണ്? CGST ആക്ട്, IGST ആക്ട്, UTGST ആക്ട്, അതുപോലെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന ഏതാണ്? SGST ആക്ട്. എന്നിങ്ങനെ 5 ആക്ട് പാസ്സാവുന്നു. അതിലൊരു ആക്ട് ആയിരുന്നു GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട്. നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാവുന്ന റവന്യൂ ലോസ് നികത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തൊരു ആക്ട് ആയിരുന്നു GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട്. ഇതിൽ യു ക്യാൻ സി ഓരോ 2 മാസം കൂടുമ്പോഴും 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവുന്ന റവന്യൂ ഷോർട്ട് ഫാള് നികത്തണം. സോ ഫോർ എവറി 2 months, in every 2 months, for a period of 5 years, 5 വർഷക്കാലം ഓരോ 2 മാസം കൂടുമ്പോഴും സംസ്ഥാനത്തിനുണ്ടാവുന്ന റവന്യൂ ഷോർട്ട് ഫാള് ആര് നികത്തണം? സെൻട്രൽ ഗവൺമെന്റ് നികത്തണം. ആൻഡ് അതിനു വേണ്ടിയിട്ട് they have set up a fund. അതാണ് GST കോമ്പൻസേഷൻ സെസ് ഫണ്ട്. സോ GST കോമ്പൻസേഷൻ സെസ് ഫണ്ട് എന്നൊരു ഫണ്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, GST കോമ്പൻസേഷൻ ആക്ട് guaranteed state that they would be compensated for any revenue loss until 2024. അല്ല, 2024 വരെ അല്ല, 2022 ജൂൺ 30 ആയപ്പോ we could see the GST compensation to states has officially entered. സംസ്ഥാനത്ത് നൽകിയിരുന്ന കോമ്പൻസേഷൻ 2022 ജൂൺ 30 ആയപ്പം അതെന്ത് ചെയ്തു? നിന്നു, അത് എൻഡ് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Then GST compensation is to be paid out in every 3 months. എല്ലാ 3 മാസം കൂടുമ്പോഴാണോ? അല്ലല്ലോ. It is to be paid in every 2 months. So neither 1 nor 2. D, the answer. Then next question. Which of the following tax is or are collected by local bodies in Kerala? സോ നമ്മുടെ കേരളത്തിലുള്ള ലോക്കൽ ബോഡീസ് കളക്ട് ചെയ്യുന്ന ടാക്സ് ഏതൊക്കെയാണ് ചോദ്യം? പ്രൊഫഷണൽ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്. സോ യു ക്യാൻ സി ഓൾ ദ ടാക്സസ് ആർ കളക്ടഡ് ബൈ ലോക്കൽ ബോഡീസ് ഇൻ കേരള. സോ D, all the above. Then the agricultural income tax is assigned to state by കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് മേലെയുള്ള നികുതി. സോ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മേലെയുള്ള ടാക്സ് അത് ഇമ്പോസ് ചെയ്യാൻ ആർക്ക് അധികാരമുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ വെൻ വി ആർ ഡിഫൈനിങ് ഇൻകം ടാക്സ്, നമ്മൾ പറയാറുണ്ട് ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ എക്സെപ്റ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ. കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് മേലെ ടാക്സ് ചെയ്യാൻ അധികാരം ആർക്കില്ല? കേന്ദ്ര ഗവൺമെന്റ് ഇല്ല. This power has been granted to state government ആണ്. സംസ്ഥാന ഗവൺമെന്റ് ആണെന്ത് ആ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് യു ക്യാൻ സി ഈ ഒരു അസൈൻ അല്ലെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു ഇമ്പോസിഷൻ ആരാണ് ഏർപ്പെടുത്തുന്നത്? ഭരണഘടനയാണ്. സോ ഇൻ ദ ഷെഡ്യൂൾ 7 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റിനും നിയമം ഉണ്ടാക്കാനും ടാക്സ് ചുമത്താൻ കഴിയുന്ന മേഖലകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആസ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺട്രോൾ ലിസ്റ്റ്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്ന ഒരു എൻട്രിയാണ് കാർഷിക മേഖല. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ ടാക്സേഷനും
ആർക്കാണ് അധികാരമുള്ളത്? സംസ്ഥാന ഗവൺമെന്റാണ്. So you can see agriculture income tax is assigned to state government by Finance Commission or NDC or Industry Council or Allah. It is the Constitution of India. So entry 46 in the state list of 7th schedule അത് രാഷ്ട്രീയ മേഖല പറയുന്നത്. So answer എന്താ? D. Then authorization of withdrawal of funds from the CFI or Consolidated Fund of India must come from. So നമ്മുടെ CFI ഉണ്ടല്ലോ, പൊതു ഖജനാവ്, പബ്ലിക് ട്രഷറി എന്നൊക്കെ പറയാം. സോ ഖജനാവിൽ നിന്ന് ഒരു അണ പൈസ കേന്ദ്ര ഗവൺമെന്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ ആരുടെ അംഗീകാരം വേണം? ഇറ്റ് ഷുഡ് ഗെറ്റ് ദ അപ്രൂവൽ ഫ്രം ദ പാർലമെന്റ്. പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. ചോദ്യം എന്താണ്? The authorization for the withdrawal of funds from the CFI comes from Parliament of India. So B is the right answer. The next question is regarding surcharge. Which of the following statements regarding surcharge in Indian tax system is incorrect? Indian tax system ബന്ധപ്പെട്ട സർചാർജ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വെച്ചേക്കുന്നത്. അത് തെറ്റായ ഉത്തരവ് പറയണ്ടേ. The application of surcharge in direct tax can make the taxation system in India more regressive in nature. Regressive എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Regressive എന്ന് വെച്ച് കഴിഞ്ഞാൽ when income increases, tax rate reduces എന്നാണ്. ഓർമ്മയുണ്ടല്ലോ ഗ്രാഫ്? Income increase, tax rate. So when income increases, tax rate in percentage എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. ഇതാണ് എന്ത്? റിഗ്രസീവ് ടാക്സേഷൻ. സോ നമ്മുടെ ഇൻകം ടാക്സിന് മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ട് ടാക്സിന് മേലെ, കോർപ്പറേറ്റ് ടാക്സോ ഇൻകം ടാക്സോ എന്നതിന് മേലെ സർചാർജ് ഇമ്പോസ് ചെയ്യുമ്പോൾ, സർചാർജ് എന്തായിരുന്നു? സർചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ടാക്സ് ഓൺ ദ എക്സിസ്റ്റിംഗ് ടാക്സ് ആണ്. നിലവിലുള്ള ഒരു നികുതിക്ക് മേലെ ചുമത്തുന്ന എക്സ്ട്രാ ടാക്സ് ആണ് എന്ത്? സർചാർജ്. സോ വി ക്യാൻ സി, ഈ പറഞ്ഞ സർചാർജ് ഇമ്പോസ് ചെയ്യുമ്പോൾ നിലവിലുള്ള ടാക്സേഷൻ എന്താവും? റിഗ്രസീവ് ആണോ ആവുന്നത്? അല്ല, പ്രോഗ്രസീവ് ആവുന്നുള്ളൂ. കാരണം ഹൈ ഇൻകത്തിന് മേലെയാണ് എന്ത്? സർചാർജ് ഇമ്പോസ് ചെയ്യുന്നത്. സോ ഇന്ന് കൂടുന്നതനുസരിച്ചാണ് എന്ത്? സർചാർജ് ഇമ്പോസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ ഇവിടെ നോക്കുകയാണെങ്കിൽ എടുത്തു പറയുന്നുണ്ട് ഇൻ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. അപ്പൊ നിങ്ങൾ ചോദിക്കാം, സർചാർജ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിലാണെന്ത് ചോദിച്ചേക്കുന്നത്? നമുക്ക് കണ്ടതാണ് ഇൻകം ടാക്സിലായാലും കോർപ്പറേറ്റ് ടാക്സിലായാലും സർചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇൻകം ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് കൂടുകയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. Then the tax revenue from surcharge will be kept as a separate fund and the government will utilize the money only for the specific purpose. ആണോ? അല്ല. ആർട്ടിക്കിൾ 271 പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് അഡീഷണൽ ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ they can impose surcharge. അങ്ങനെ സർചാർജ് ഇമ്പോസ് ചെയ്യുമ്പോൾ there is no mandate that ഈ സർചാർജ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ആണെന്ന് പറയുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഒരു സർചാർജ് വെച്ച് 2018 ഗവൺമെന്റ് കൊണ്ടുവന്ന 2018 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സോഷ്യൽ വെൽഫെയർ സർചാർജ് വെച്ച് വേറൊരു സർചാർജിലും there was no prefix, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത് കളക്ട് ചെയ്തതെന്ന് പറയുന്നില്ല. എന്നാൽ സെസ് അങ്ങനല്ല. സെസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റാഷണൽ ഫോർ കളക്ടിങ് എന്ന് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാ കളക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. സോ സോഷ്യൽ വെൽഫെയർ സർചാർജ് മാത്രമേ ഉള്ളൂ എന്ത്? ഈ പറഞ്ഞ പ്രിഫിക്സ് ഉള്ള സർചാർജ്. ബാക്കിയെല്ലാം എന്താണ്? സർചാർജ് മാത്രമേ പറയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ക്യാൻ യൂസ് ദിസ് വൺ ഫോർ എനി പർപ്പസ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? അപ്പോ തെറ്റാണ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം എന്ന് പറയാൻ സാധിക്കില്ല. Then it is a part of central divisible pool of taxes. നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് സെസ് കളക്ട് ചെയ്യുമ്പോൾ, സർചാർജ് കളക്ട് ചെയ്യുമ്പോൾ ഇവയൊന്നും സംസ്ഥാനവുമായിട്ട് എന്ത് ചെയ്യണ്ട? ഷെയർ ചെയ്യണ്ട. ഈ പറഞ്ഞ സെൻട്രൽ ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് റെപ്രസെന്റ്സ് ദ പൂൾ ഓഫ് ടാക്സസ് വിച്ച് ദ സെൻഡർ ഹാസ് ടു ഡിവൈഡ് ടു സ്റ്റേറ്റ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വീതിച്ച് കൊടുക്കേണ്ട ടാക്സ് ആണെന്ത്? ഈ പറഞ്ഞ സെൻട്രൽ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് പറഞ്ഞ. ഇവിടെ അങ്ങനെയില്ല.
സർചാർജും സെസ്സും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെ സർചാർജ് ആൻഡ് സെസ് will not be accumulated in the central divisible pool of taxes. So third തെറ്റാണ്. So you can see answer D ആണ്. 1, 2, 3 are incorrect. Then 20. Consider the statement regarding direct tax. It is a tax where incidence and impact are at the same point. So the point from where the government collect tax. എവിടെ വെച്ചാണ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് അതാണ് പോയിന്റ് ഓഫ് ഇമ്പാക്ട്. അതുപോലെ ആർക്കാണ് അല്ലെങ്കിൽ ആരുടെ മേലെയാണ് ഫൈനൽ ടാക്സ് ബർഡൻ വരുന്നത്, അല്ലെങ്കിൽ ഹൂ ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഓഫ് ആഫ്റ്റർ പേയിങ് ടാക്സ്, അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. സോ ഡയറക്ട് ടാക്സില് പോയിന്റ് ഓഫ് ഇൻസിഡൻസും പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇൻകം ടാക്സ് എടുക്കുക, ഇൻകം ടാക്സ് എടുക്കുമ്പോൾ ഞാനാണ് പോയിന്റ് ഓഫ് ഇമ്പാക്ട്, ഞാനാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. സോ ഡയറക്ട് ടാക്സില് impact and incidence are at the same point. First statement is correct. STT, DDT ഇവ രണ്ടും എന്താ ഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ ആണ്. സോ ആൻസർ എന്താ both 1 and 2. Then which of the following is responsible for the preparation of union budget? So ഇതൊരു UPSC ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ ആണ്. സോ എന്താ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയിലെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? It is Department of Economic Affairs. So budget division under Department of Economic Affairs under Ministry of Finance is responsible for preparation of union budget എന്ന് കാണാം. So answer എന്താ? Answer is B. Then 22nd question. Consider the statements regarding National Anti-Profiteering Authority. So നമ്മൾ കണ്ടു 2017 നവംബറിലാണ് NAA was introduced in India, and it was introduced initially for a period of 2 years. അതിനുശേഷം പിന്നെ 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ 1 വർഷം, അങ്ങനെ മൊത്തം 2+2+1 5 വർഷത്തോളം NAA ഉണ്ടായിരുന്നു. The main aim of this NAA was to prevent the unauthorized profit, to prevent the making of unauthorized profit by various companies or various suppliers. നമ്മുടെ ഷോപ്പേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെന്റ് കമ്പനീസ്, ഇവരൊന്നും അൺഓതറൈസ്ഡ് ആയിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ GST കൗൺസിൽ GST നിരക്ക് കുറയ്ക്കുമ്പോൾ ആ ബെനിഫിറ്റ് കൺസ്യൂമറിലേക്ക് എത്തണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്ത് NAA, നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി, ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ദിസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് mainly to check the rate reduction in GST was reaching the hands of poor, hands of the people. നമ്മുടെ ഗവൺമെന്റ് ടാക്സ് റേറ്റ് കുറയ്ക്കുമ്പോൾ ആ ബെനിഫിറ്റ് ആളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ പറഞ്ഞ GST ബന്ധപ്പെട്ടുള്ള നയത്തിൽ റേറ്റ്സിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ അത് കൃത്യമായിട്ട് കമ്പനി നടപ്പിലാക്കുന്നുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് NAA എസ്റ്റാബ്ലിഷ് ചെയ്തത്. So NAA was set up to check unfair profiteering activities by registered suppliers under GST law. First statement correct ആണ്. Then NAA may order the supplier who has indulged in profiteering to deposit the amount in the GST compensation fund. അതായത് സപ്പോസ് ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരു ഉൽപ്പന്നത്തിന് മേലെ ടാക്സ് കുറച്ചു, എന്നാൽ ഒരു കമ്പനി എന്ത് ചെയ്യുന്നില്ല, ആ ടാക്സ് കുറച്ചിട്ട് ആ ബെനിഫിറ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നില്ല. അങ്ങനെയുള്ള വേളയിൽ NAA ക്യാൻ സ്വമേധയാ കേസെടുക്കാം, അതുപോലെ ഒരു കൺസ്യൂമർ പറഞ്ഞ പ്രകാരവും കേസെടുക്കാം. ആൻഡ് ഇൻ കേസ് ഒരു കൺസ്യൂമറിനെ എന്തെങ്കിലും പറ്റുന്നില്ല, ഉദാഹരണം പറയുമ്പോൾ ഇപ്പൊ സോപ്പ് ഒക്കെ എന്ന് വെച്ചോ, സോപ്പ് അതായത് കോമൺലി ആളുകൾ ഉപയോഗിക്കുന്ന ഐറ്റം ആണെങ്കിൽ വി കനോട്ട് ഐഡന്റിഫൈ ദ കൺസ്യൂമർ. ഇപ്പൊ സോപ്പ് ഒക്കെ ആണെങ്കിൽ ആരൊക്കെ വാങ്ങിച്ചു നമുക്ക് ഐഡന്റിഫൈ പറ്റത്തില്ല. സോ അങ്ങനെ വരുന്ന വേളയിൽ എന്താ, ഇൻ കേസ് നമ്മുടെ റെസിപ്പിനെ ഐഡന്റിഫൈ പറ്റിയില്ലെങ്കിൽ എത്രയാണോ ഈ കമ്പനി ഉണ്ടാക്കിയ എക്സസ് പ്രോഫിറ്റ്, അൺഓതറൈസ്ഡ് പ്രോഫിറ്റ്, ഇവരെന്ത് ചെയ്യണം, ദേ ഹാവ് ടു ഡിപ്പോസിറ്റ് ഇൻ ദ GST കോമ്പൻസേഷൻ അല്ല, മറിച്ച് കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് ആണ്. കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലാണെന്ത് അവർ ആ പൈസ നിക്ഷേപിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ GST കോമ്പൻസേഷൻ ഫണ്ട്,
but in the Consumer Welfare Fund. The GST Council has recently extended the tenure of NAA for a period up to 2025. ആണോ? അല്ലല്ലോ. നമ്മൾ പറഞ്ഞിരുന്നു 2022 ആയപ്പോ NAA പൂർണ്ണമായും ക്ലോസ് ചെയ്തു. എന്നിട്ട് NAA പ്രവർത്തനങ്ങൾ, നാഷണൽ ആന്റി പ്രൊഫിറ്ററിംഗ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷന് ട്രാൻസ്ഫർ ചെയ്തു. സോ 2 and 3 are incorrect statement. So ചോദ്യം എന്താ? Incorrect എന്നാണ്. So C is the right answer. And you may read the key. So ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും എന്ത് ചെയ്യുക? കീയും കൂടെ വായിക്കുക. And key is available in the Telegram channel and you can get the key there. Then consider statements regarding MAT in Indian tax regime. MAT is calculated at 15% on the book profit, that the profit is shown in the profit and loss account or at the usual corporate tax, and whichever is lower is payable as tax. So ഒരു കമ്പനി എടുക്കുമ്പോൾ രണ്ട് രീതിയിലാണെന്ത് ആ കമ്പനിയുടെ പ്രോഫിറ്റ് കണക്കാക്കുന്നത്. ഒന്ന് ബുക്ക് പ്രോഫിറ്റ്, മറ്റൊന്ന് നെറ്റ് പ്രോഫിറ്റ്. ആൻഡ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ അക്കൗണ്ട് ബുക്കിൽ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബുക്കിൽ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് വിച്ച് ഈസ് എൻറ്റേർഡ്, അതാണ് ബുക്ക് പ്രോഫിറ്റ്. ആൻഡ് ദിസ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ് പെർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് അത് കണ്ടുപിടിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫോർ ടാക്സ് പേയിങ് പർപ്പസ്, മെയിൻലി ഫോർ കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, IT ആക്ട് ഓഫ് 1961 പ്രകാരം കണ്ടെത്തുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ദ എന്താണ് റിമൂവൽ, അല്ലെങ്കിൽ ആക്ച്വലി ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സംഷൻസ് അത് കുറച്ച് ശേഷം കിട്ടുന്നതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. സോ ബുക്ക് പ്രോഫിറ്റ് മൈനസ് ഡിഡക്ഷൻസ് ഓർ എക്സംഷൻസ്, അതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ്. സോ നമ്മുടെ ഗവൺമെന്റ് എന്താ പറഞ്ഞേ? ഒരു കമ്പനി ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്യാൻ നേരം രണ്ട് ഇത് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് കണ്ടെത്തുക. ബുക്ക് പ്രോഫിറ്റിന്റെ മിനിമം 5%, നെറ്റ് പ്രോഫിറ്റിന്റെ അപ്രോക്സിമേറ്റ്ലി 25%. എന്നിട്ട് എന്ത് ചെയ്യുക? 25 വരത്തില്ല, 30 ഒക്കെ എടുപ്പിച്ച് വരും. സോ ബുക്ക് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിന്റെ അപ്രോക്സിമേറ്റ്ലി 30%. എന്നിട്ട് നോക്കുക വിച്ച് എവർ ഈസ് ഹയസ്റ്റ്, ഇവയിൽ ഏതാണ് ഹയസ്റ്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് പേ ചെയ്യുക. ഇവിടെ പറഞ്ഞ എന്താ? വിച്ച് എവർ ഈസ് ലോവർ എന്നല്ല, വിച്ച് എവർ ഈസ് ഹയസ്റ്റ്. സപ്പോസ് ബുക്ക് പ്രോഫിറ്റിന് കിട്ടിയ എമൗണ്ട് സപ്പോസ് 15 കോടി വിചാരിക്കുക, നെറ്റ് പ്രോഫിറ്റിന് കിട്ടിയ എമൗണ്ട് സപ്പോസ് 10 കോടി വിചാരിക്കുക. അപ്പൊ ഇത് പേ ചെയ്യണം, ഇത് പേ ചെയ്യണം. നേരെ മറിച്ച് ഇവിടെ 10 കോടിയും ഇവിടെ 15 കോടി കിട്ടിയെങ്കിൽ ഇത് പേ ചെയ്യണം. സോ വിച്ച് എവർ ഈസ് ഹയർ എന്ത് ചെയ്യണം? പേ ചെയ്യണം. സോ ഓർമ്മയില്ലേ? ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ലോവർ അല്ല, ഹയർ ആണ് പേ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഓൺലി ഡൊമസ്റ്റിക് കമ്പനീസ് fall under this provision. അല്ല, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനീസ് രണ്ടു പേർക്കും എന്താണ്? ഇത് എലിജിബിൾ ആണ്. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ്. എന്താണ്? വി ക്യാൻ സി ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. സോ എന്താ? നെയ്തർ 1 nor 2. ഓൺലി ഡൊമസ്റ്റിക് കമ്പനി അല്ല, ബോത്ത് ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് കമ്പനി രണ്ടു പേർക്കും എന്താ? ഈ പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ ഇൻ ദ ന്യൂ റെജീം, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിൽ ഓൾഡ് റെജീമും ഉണ്ട്, ന്യൂ റെജീമും ഉണ്ട്. ന്യൂ റെജീമില് ഇഫ് എ കമ്പനി ഈസ് ഓപ്റ്റിംഗ് നോ ഡിഡക്ഷൻസ്, നമ്മുടെ ഗവൺമെന്റ് ഇൻകം ടാക്സ് പറയുന്ന ഇളവുകളൊന്നും എടുക്കുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് വരില്ല? മാറ്റ് വരില്ല. ഇഫ് എ കമ്പനി ഈസ് ഓപ്റ്റിംഗ് റിഡക്ഷൻ, ഇഫ് എ കമ്പനി ഈസ് ഓപ്റ്റിംഗ് നോ ഡിഡക്ഷൻസ്, നോ എക്സംഷൻസ്, നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പറയുന്ന ഒരു ഇളവുകളോ ഒരു ഡിഡക്ഷൻസോ റിബേറ്റ്സോ ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് എന്തില്ല? മാറ്റ് പേ ചെയ്യേണ്ട. അല്ലാതെ ഡിഡക്ഷൻസും എക്സംഷൻസും ക്ലെയിം ചെയ്യുന്ന കമ്പനികൾക്ക് എന്താണ്? മാറ്റ് വഴിയും അതുപോലെ നെറ്റ് പ്രോഫിറ്റ് വഴിയും ഈ പറഞ്ഞ ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ഏതാണോ ഹയസ്റ്റ് അത് പേ ചെയ്യണം. സോ ആൻസർ എന്താ അവിടെ? നെയ്തർ 1 nor 2. Then next question. This is a previous UPSC question and also a previous KAS main prelims question.
നമ്മുടെ KASന്റെ പ്ലിംസിന്റെ സപ്ലിമെന്ററി എക്സാമിന് സ്ട്രീം 3-കാർക്ക് ഫസ്റ്റ് കൂടാതെ തന്നെ ഒരു സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരുന്നു. സോ KAS പ്ലിംസിന്റെ സപ്ലിമെന്ററി എക്സാമിന് ദ സെയിം ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ്. ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് KAS എക്സാമിന് വരുന്നുണ്ട്. എക്കണോമിക്സിലും ജോഗ്രഫിയിലും ഒക്കെ അത് പ്രകടമായിരുന്നു. ദ സെയിം ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ആൻഡ് യു ക്യാൻ സി ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് the levying, collecting and distribution of income tax is correct. Income tax ne pattiya chodyam. The union levies, union government chumattunnu, collects, collect cheyunnu, and distributes, vidana cheyunnu, the proceeds of income tax between itself and state. So first statement aanu sheri. Endha? Kendra government income tax impose cheyunnu, income tax collect cheyunnu, adepole adu kendra government സംസ്ഥാന ഗവൺമെന്റ് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ആൻസർ ഈസ് എ. സോ ബാക്കിയെല്ലാം എന്താ? യു ക്യാൻ സി ഇതെല്ലാം തെറ്റാണ്. യൂണിയൻ ഗവൺമെന്റ് ലെവീസ് കളക്ട് ആൻഡ് കീപ്സ് ഓൾ അല്ല. യൂണിയൻ ഗവൺമെന്റ് ലെവീസ് കളക്ട് ദ ടാക്സ് ബട്ട് ഓൾ പ്രൊസീഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു സ്റ്റേറ്റ് അല്ല. ഓൺലി ദ സർചാർജ് ലെവിഡ് ഓൺ ഇൻകം ടാക്സ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെന്റർ അല്ല. സർചാർജ് എന്ത് ചെയ്തില്ല? സംസ്ഥാനമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഷെയർ ചെയ്യത്തില്ല. സോ BCD എല്ലാം തെറ്റാണ്. Then comes to the statements. In India, stamp duties on financial transactions are levied and collected by state government, appropriated by union government. So you can see stamp duty, അത് levy ചെയ്യുന്നത് ആരാ? കേന്ദ്ര ഗവൺമെന്റ്. അത് കളക്ട് ചെയ്യുന്നതും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതും. അപ്രോപ്രിയേറ്റ് മീൻസ് എന്താ? അത് വിനിയോഗിക്കുന്നത്, അത് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് ലെവീഡ് ബൈ, ചുമത്തുന്നത്. എത്ര റേറ്റ്? നമ്മുടെ ഇന്ത്യ ഒട്ടുക്ക് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റേറ്റ് തീരുമാനിക്കുന്ന ആരായിരിക്കും? കേന്ദ്ര ഗവൺമെന്റ്. എന്നാൽ അത് കളക്ട് ചെയ്യുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്നത്, അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ യു ക്യാൻ സി 1ഉം 2ഉം തെറ്റാണ്. ആൻസർ നെയ്തർ 1 or 2. സോ D is the right answer. So hereby we can conclude Abhyaas 4. Any doubt? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ എന്റർടൈൻമെന്റ് ടാക്സ് എന്റർടൈൻമെന്റ് ടാക്സ് ഇപ്പൊ GST വന്നപ്പോ ഇപ്പൊ ലോക്കൽ ബോഡിക്ക് ഉണ്ടോ? ഉണ്ട്. അതൊരു കേസ് ആയിരുന്നു. എന്റർടൈൻമെന്റ് ടാക്സ് സംസ്ഥാന ഗവൺമെന്റ് ചുമത്താം, അതുപോലെ ലോക്കൽ ബോഡിക്ക് ചുമത്താം. സോ വെൻ GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ഓൺലി സബ്സ്യൂംഡ് എന്റർടൈൻമെന്റ് ടാക്സ് കളക്ടഡ് ബൈ സ്റ്റേറ്റ്. സംസ്ഥാന ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ടാക്സ് മാത്രമാണ് എന്ത് മെർജ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞിരുന്നു ലോക്കൽ ബോഡിക്ക് എന്റർടൈൻമെന്റ് ടാക്സ് ചുമത്താൻ അധികാരമുണ്ടെന്ന്. അതെനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടില് ഈ ടിക്കറ്റ് ഒക്കെ വരുമ്പോൾ, സിനിമ ടിക്കറ്റ് ഒക്കെ വരുമ്പോൾ അതിന് മേലെ GST ഉണ്ട്, അവിടുത്തെ ലോക്കൽ ബോഡിയുടെ എന്റർടൈൻമെന്റ് ടാക്സും ഉണ്ട്. അപ്പൊ എന്റർടൈൻമെന്റ് ടാക്സ് വരുന്ന എനിക്കെന്ന് അറിയാലോ, സിനിമ ടിക്കറ്റ്, അതുപോലെ എന്തെങ്കിലും മേള വരുമ്പോൾ അത്, അല്ലെങ്കിൽ ഇപ്പൊ സർക്കസ്, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എന്റർടൈൻമെന്റ് ടാക്സ് ചുമത്താൻ അധികാരമുണ്ട്. സോ വെൻ GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ഓൺലി മെർജ്ഡ് എന്റർടൈൻമെന്റ് ടാക്സ് ലെവിഡ് ബൈ സ്റ്റേറ്റ് മാത്രമാണ്. ലോക്കൽ ബോഡിക്ക് എന്താ എന്റർടൈൻമെന്റ് ടാക്സ് ചുമത്താന്ന് പറഞ്ഞിരുന്നു. ആൻഡ് തമിഴ്നാട്ടിലിടയ്ക്ക് തിയേറ്റർ ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് ടാക്സ് എന്താ സംസ്ഥാന GST-ക്കകത്തുണ്ട്, കാരണം GST-ക്കകത്ത് ഓൾറെഡി മെർജ് ചെയ്തു. അത് കൂടാതെ എന്താ ലോക്കൽ ബോഡീസ് എക്സ്ട്രാ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ എന്റർടൈൻമെന്റ് ടാക്സ് ലോക്കൽ ബോഡിയെ കളക്ട് ചെയ്യും. ഓക്കെ സാർ, ക്ലിയർ ആണോ സാർ? ഹലോ, ക്ലിയർ ആയി. പ്രൊവിഷൻ ഉണ്ട്, അവർക്ക് കളക്ട് ചെയ്യാം, കളക്ട് ചെയ്തിരിക്കാം. പക്ഷെ ദർ ഈസ് എ പ്രൊവിഷൻ, അവർക്ക് എന്താ അധികാരമുണ്ട്. അതാണ് ഇടയ്ക്ക് ചോദ്യം ചെയ്തിരുന്നു. നമ്മുടെ 2017 സമയത്ത് ഇത് വന്നപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഇത് GST കൗൺസിൽ ഉന്നയിച്ചതാണ്. അതിന് അവസാനം എന്താണ് തീരുമാനപ്രകാരം ലോക്കൽ ബോഡിക്ക് എന്ത് ചെയ്യാം? ദേ ഹാവ് ദ പവർ, അവർക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. ചുമത്തണം വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കും, പക്ഷെ അവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് വി ക്യാൻ end Abhyaas 4.